ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. പനി പിടിച്ച് കിടപ്പിലായിരുന്നു 2 ദിവസമായിട്ട്. ഇവിടെ ഉത്സവം നടക്കുകയാണ്. ഉത്സവം തകർത്തു. അതിൻ്റെ ഭാഗമായിട്ട് പനി വന്നു. ഇപ്പം ഇന്നലെ ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഇന്നൊന്ന് കുളിച്ച് സെറ്റായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വേഗം ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയിട്ടാ. കുളിയെല്ലാം കഴിഞ്ഞ് ഇന്ന് സാരിയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഉത്സവത്തിൻ്റെ. വീട്ടിൽ നിന്ന് അമ്മയും അമ്മമ്മയെല്ലാം വന്നിട്ടുണ്ട്. നാളെയാണ് ഇവർ മലക്ക് വന്നത്. അപ്പോൾ നാളെ കെട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ തിരി കഴിയുന്നില്ല കേട്ടോ, ക്ഷീണം തന്നെയാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ആയി, അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പുറത്തും എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. ഏട്ടനും ഏട്ടനും ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഏട്ടൻ ഉത്സവത്തിന് വേണ്ടിയിട്ട് 10 ദിവസത്തെ ലീവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ഏട്ടമ്മയും പിള്ളേരും അപ്പുറത്തെ അനുശ്ശിയും പ്രതിച്ചേട്ടനും എല്ലാം റെഡിയായി. അമ്മയും നമ്മളെല്ലാവരും കൂടി ഇതാ അമ്പലത്തിലേക്ക് പോവാതെ. അപ്പം നല്ല തിരക്കുണ്ടായി. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഉത്സവം നടക്കുന്നുണ്ട് അകത്ത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അമ്പലത്തിൽ ഒരു 7-8 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ശരിക്ക് ഡെയിലി വ്ളോഗ് എടുത്ത ഒരുപാട് വ്ളോഗ് ആവുമായിരുന്നു. പക്ഷേ എപ്പോഴും ഒരേ സംഭവങ്ങൾ തന്നെയല്ലേ. നമ്മൾ റെഡി ആവുന്നു, അമ്പലത്തിൽ പോകുന്നു, പിന്നെ ഒരു 3 ദിവസമാണ് ഈ ഉത്സവം ഉണ്ടാവുക. ഇതുപോലെ തിടമ്പും കൊണ്ടില്ലേ തിരുനൃത്തം ഇതുണ്ടാവുക. പിന്നെ ബാക്കി എല്ലാ ദിവസവും ചിലപ്പം തായമ്പകി ഉണ്ടാവും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴും, പിന്നെ എന്നാൽ ഭക്ഷണം കഴിക്കും, പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, ഗാനമേള, നാടകം, അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. അത് കാണും, തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ദിവസത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കലവറ നിറക്കാൻ പോലെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിനി. ബാക്കി ദിവസമൊന്നും ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ആ വെടിക്കെട്ടിൻ്റെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിനെ അതിൻ്റെ തലേ ദിവസം. പക്ഷെ അതെല്ലാം എൻ്റെ ഫോണിൽ നിന്ന് പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ചില ദിവസങ്ങളിൽ പകലും അമ്പലത്തിൽ പോയിട്ടുണ്ടായിന്. പിന്നെ മുറിച്ചിടാനും പച്ചക്കറി മുറിച്ചിടാനും ഒക്കെ എല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ നേരം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നേരം എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. പിന്നെ അമ്പലത്തിൽ ഡെയിലി പോകുമ്പോൾ വേണമെങ്കിൽ എടുക്കായിരുന്നു. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. ദിവസേന നിങ്ങൾക്ക് ഒരേ വീഡിയോ തന്നെ കാണുമ്പോൾ മടുപ്പ് വരൂലേ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഉത്സവമെല്ലാം കണ്ട് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇതാ നേരെ ഒന്ന് കാർണിവലിൻ്റെ അടുത്തേക്ക് പോവാനേ. റൈഡിലൊന്നും ഇതുവരെയും മക്കൾ കയറിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ വലിയച്ഛൻ വന്നുകൊണ്ട് ഇതാ എല്ലാ പിള്ളേരെയും കൂട്ടിയിട്ട് ഓരോ റൈഡിലും കയറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്.
ഞാൻ പിന്നെ അടുത്ത് നേരില്ല എൻ്റെ ഒരു ചെങ്ങായിനെ കാണാൻ പോകുന്നത്. എൻ്റെ ചെങ്ങായി എൻ്റെ അനിയത്തിക്കുട്ടി എന്നെല്ലാം പറയാം. പൂജനെ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ പൂജേനെ ഞാൻ ഇൻസ്റ്റ വഴിയാണ് കേട്ടോ പരിചയപ്പെട്ടത്. പൂജേൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് നമ്മളെ ചുഴലി തന്നെയാണ്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടത് ഇൻസ്റ്റ വഴിയാണ്. പിന്നെ നമ്മൾ നല്ല കമ്പനിയായി. പിന്നെ എന്താണ് അങ്ങനെ പൂജേനെ മുന്നേയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ അമ്പലത്തിൽ വന്നിനെന്ന് പറഞ്ഞിതാ റിക്കൂട്ടിനെയും പൂജേനെയും കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബേക്കിൽ കാണുന്നത് പിന്നെ പൂജേൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് കേട്ടോ. പെങ്ങൾ ഹസ്ബൻഡെല്ലാം ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ റിക്കൂട്ടിന് എന്തോ ഒരു നല്ല മൂഡിലല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ മൈൻഡാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ പോയപ്പാട് ഞാൻ അവനെ എടുത്തിട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എല്ലാം എടുത്തു. പിന്നെ ഇതാ പിള്ളേരിലിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പൂജക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ദിദിൻ സ്ട്രീം വേൾഡ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് പൂജേൻ്റെ ചാനലിൽ കയറി പൂജേനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടിപൊളി വീഡിയോസ് എല്ലാം കാണാം. നമ്മൾ റിക്കൂട്ടിൻ്റെ അടിപൊളി വീഡിയോസ് എല്ലാം കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കണേ. അങ്ങനെ പിന്നെ കുറേ സമയം പൂജേനോട് വർത്താനെല്ലാം പറഞ്ഞ് മക്കൾ കളിക്കുന്നതെല്ലാം നോക്കി നിന്ന് പിന്നെ ഞാൻ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയേട്ടാ. പിള്ളേർ ഓരോരാൾ ഓരോ റൈഡ് കയറിയിട്ടുണ്ടായിനി. ഇവർ മൂന്നാളും ഇതാ കുറേ സമയം ഇതിൻ്റെ അകത്ത് തന്നെ തുള്ളിക്കൊണ്ട് നിൽക്കലായിരുന്നു കേട്ടോ. എനക്കൊന്ന് ദേവൂട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ കയറി കളിക്കുന്നത്. സാധാരണ അമ്പലത്തിൽ ഇങ്ങനെ റൈഡും കാര്യമൊന്നും വന്നാൽ ദേവൂട്ടിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ കണ്ടത് മുതൽ തന്നെ ദേവൂട്ടി അതിൽ കയറണം വെച്ചാൽ എന്നെ കയറ്റണേന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിനെ. അങ്ങനെ അവരെ അതിൽ കയറ്റി. പിന്നെ ഇത് ഈ ഒരു കറക്കുന്ന സംഭവമില്ലേ, ഇതിൻ്റെ അകത്ത് നമ്മളെ മാളുവും നന്ദുവും കയറിയിട്ടുണ്ട് കേട്ടോ. എന്നോട് കയറുന്നതെന്ന് അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങും പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ അതിൽ കയറിയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. അങ്ങനെ ഇതാ മാളു നന്ദു അതിൻ്റെ അകത്തുണ്ട്. കുട്ടാപ്പി കയറിയിട്ടുണ്ടായില്ല. അവൻ മുന്നേ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ ഇതിലെല്ലാം വന്ന് കയറിയിട്ടുണ്ടായിന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളെ ആകാശത്തൊട്ടിലും തോണിയെല്ലാം ഉണ്ടായിനെ. അതിൻ്റെ അകത്തൊന്നും പിന്നെ ആരും കയറിയിട്ടൊന്നുമില്ല. ഇതിൽ മാത്രമേ പിള്ളേർ കയറിയിട്ടുള്ളൂ. നമ്മൾ പിന്നെ വലിയവരാരും അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ മനോജേട്ടനും പിന്നെ പ്രതീക്ഷേട്ടനും പിള്ളേരെയും കൂട്ടിയിട്ട് മറ്റേ എന്താണ് ട്രെയിനില്ലേ, ആ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എവിടെയോ വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മളെ പൂരത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ അതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ഈ കാർണിവലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഒന്നും കയറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിനെ. അന്നേരം അങ്ങനെ ആളൊന്നും ഉണ്ടായിട്ടില്ല. റൈഡെല്ലാം കാലിയായി കിടക്കുന്നതന്നെ ഉണ്ടായിന്. പക്ഷേ അന്ന് എനിക്ക് ഒന്ന് ഉത്സവം തീരുന്ന ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല ആളുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും പിന്നെ റൈഡിലെല്ലാം കയറി പിന്നെ കുറേ സമയം ഇങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്നു. ഇങ്ങനെ ഇത് കറങ്ങുന്നതെല്ലാം കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ അതിൽ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ധൈര്യമുള്ളവർക്ക് മാത്രമായിരിക്കും അതിൽ കയറാൻ പറ്റുന്നുണ്ടാവുക അല്ലേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിൽ ഇതാ മനോജേട്ടൻ സാർത്തൂനെയും കൊണ്ട് കയറിയിട്ടുണ്ട്, പ്രതീക്ഷേട്ടൻ ഇദ്ദൂനെയും കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ദേവൂട്ടി ആ സമയത്ത് അപ്പുറത്ത് എവിടെയോ പോയിട്ടുണ്ടായിനെ. പിന്നെ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ദേവൂട്ടിയും പറഞ്ഞിട്ടുണ്ടായിനെ എനക്കും അതിൽ കയറണമെന്ന്. പക്ഷെ നമ്മൾ പിന്നെ കയറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് സമയം പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം കുറച്ച് പിള്ളേർക്ക് എന്തെല്ലോ ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിനി. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അന്ന് പിന്നെ അങ്ങനെ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ. വേഗം വീട്ടിലേക്ക് പോയി. ഒന്നാമത് എനിക്ക് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. എല്ലാം കൂടെ കിടന്നുറങ്ങുമ്പോൾ 12 മണി അതിനെ. പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് എണീക്കുകയും ചെയ്തിട്ടുണ്ടായിനെ. നമ്മളെ നന്ദുവിൻ്റെയും പ്രതിയാൻ്റെയും കെട്ടുനിറയായിരുന്നു. അവർ ശബരിമലക്ക് പോകുന്നതല്ലേ. അപ്പോൾ നന്ദു ആദ്യമായിട്ട് പോകുന്നതാണ്. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മൾ നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്നാണ് ഉണ്ടായിന്. സാധാരണ നമ്മൾ ഈ ഉത്സവം നടക്കുന്ന പിന്നെ ചുഴലി അമ്പലത്തിൽ നിന്നാണ് കെട്ടുനിറക്കല്. അപ്പോൾ അവിടെ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞതല്ലല്ലോ, ഇനി അവിടുത്തെ കൊടിയിറക്കലും കാര്യങ്ങളെല്ലാം കഴിയാണ്ട് അവിടെ നിന്ന് കെട്ടുനിറക്കൂല. അതുകൊണ്ട് മാവിൻചാലും മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്നാണ് കെട്ടുനിറയുണ്ടായത്. അപ്പോൾ ഈ കന്നിസ്വാമികളത് രാവിലെ നേരത്തെ ഉണ്ടാവില്ല, ആദ്യം തീർക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിന്. അങ്ങനെ ഇവരെ കെട്ടുനിറയെല്ലാം ഏകദേശം കഴിയാനായിട്ട് നമ്മളൊരു 6 മണി 5:45 പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് ഇവരതെല്ലാം കഴിഞ്ഞ് ഇവർ പോകുമ്പോഴത്തേക്ക് ഏകദേശം എനിക്കൊന്നൊരു 10:30 10:45 ആയിട്ടുണ്ടായിരുന്നു. 10-23 ആളെങ്ങാനും ഉണ്ടായിന്. അപ്പോൾ അവരെ 23 ആളെ കെട്ടുകറിയും കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ ചായയെല്ലാം ആക്കിയിട്ടുണ്ടായിന് അവർക്കില്ലേ. അപ്പോൾ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ പോകുമ്പോഴത്തേക്ക് സമയമായിട്ടുണ്ടായിന്. അവർ പോയത് പിന്നെ 11-ാം തീയതിയാണ് കേട്ടോ. 10-ാം തീയതിയാണ് നമ്മൾ ഉത്സവം തീർന്നത്. 11-ാം തീയതിയാണ് അവർ പോയത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 13-ാം തീയതി. അപ്പോൾ ഇന്ന് അവർ തിരിച്ചെത്തി കേട്ടോ. തിരിച്ചെത്തിയിട്ട് നന്ദുവെല്ലാം നല്ല ഉറക്കിലാണ് ഇപ്പം. ആ സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടോ കാര്യം ഒന്നുമില്ലാണ്ട് പിന്നെ മലക്ക് പോയി വന്നു. എനിക്ക് പോയി വരുന്നത് വരെയും ടെൻഷനായിരുന്നു, പിന്നെ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നന്ദുവിനെല്ലാം. അപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പിന്നെ പോയി വന്നു എന്ന് പറഞ്ഞു. പിന്നെ വണ്ടിയിലെല്ലാം ഫുൾ
ടൈം നന്ദു ഉറക്കന്നെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയൊരു ക്ഷീണമോ കാര്യമൊന്നും നന്ദുവിനില്ല. ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അങ്ങനെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പം നല്ലോണം രാത്രിയിൽ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അവർ വരുന്ന വഴിയിൽ ഗുരുവായൂരും പിന്നെന്താ ഏറ്റുമാനൂരും അങ്ങനെ അമ്പലങ്ങളിലെല്ലാം കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്തുമ്പം ഒരു 11 മണി 11 കാലമായിട്ടുണ്ടായിന്. അങ്ങനെ ശബരിമലക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ദൈവം സഹായിച്ചിട്ട് ശബരിമലക്കും പോയി വന്നു. നന്ദുവിൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ പൂരമഹോത്സവത്തിൻ്റെ സമാപന ദിവസത്തെ വിശേഷങ്ങളും അതേപോലെ നന്ദൂട്ടി ആദ്യമായിട്ട് മലക്കുവായൻ്റെ അല്ല കെട്ടുനിറയേൻ്റെ കുറച്ച് വിശേഷങ്ങളും വന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വരുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിർത്തി പറയുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ട് പനി മാറിയെങ്കിലും ഭയങ്കര ചുമയാണ്. ഒരു ചുമച്ച് കഴിയുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, ചുമയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പൂജേൻ്റെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ചാനലിൻ്റെ പേര് പറയാം, നിതിൻസ് ഡ്രീം വേൾഡ് എന്നാണ് പൂജേൻ്റെ ചാനലിൻ്റെ പേര്. നല്ല അടിപൊളി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ചാനലും കൂടെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.